നമസ്കാരം. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢവും ഭീമാകാരവുമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ അഥവാ അതിഭീമൻ തമോഗർത്തങ്ങൾ. ഗ്യാലക്സികളുടെ കേന്ദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇവ തങ്ങളെ ചുറ്റുമുള്ള വാതകങ്ങളെയും പൊടിപടലങ്ങളെയും അതിശക്തമായ ഗുരുത്വാകർഷണ ബലത്തോടെ ആകർഷിക്കുകയും വിഴുങ്ങുകയും ചെയ്യും. ഈ പ്രക്രിയയിൽ അകത്തേക്ക് വീഴുന്ന പദാർത്ഥങ്ങൾ വലിയ തോതിലുള്ള ഊർജ്ജം പുറത്തുവിടുകയും ചുറ്റുമുള്ള ഗാലക്സിയിലെ എല്ലാ നക്ഷത്രങ്ങളെക്കാളും തിളക്കത്തോടെ പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവയാണ് ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയൈ അഥവാ AGN എന്ന് വിളിക്കുന്നത്. ഗാലക്സികളുടെ പരിണാമത്തെയും നക്ഷത്രങ്ങളുടെ രൂപീകരണത്തെയും ഇവ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് ആധുനിക ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന വിഷയങ്ങളിൽ ഒന്നാണ്. AGN പ്രവർത്തനം ഒരു ഗാലക്സിയുടെ നക്ഷത്ര രൂപീകരണത്തെ എങ്ങനെ തടയുന്നു എന്നത് ഏറെ കൗതുകകരമാണ്. ബ്ലാക്ക് ഹോളുകൾ വിഴുങ്ങുന്ന പദാർത്ഥങ്ങളിൽ നിന്നുള്ള ഊർജ്ജം വലിയ തോതിലുള്ള വാതകങ്ങളെ ചൂടാക്കുകയും അവയെ പുറത്തേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന വാതകങ്ങൾ ഗാലക്സിയിലെ തണുത്ത തന്മാത്രാ മേഘങ്ങളെ ചിതറിച്ചു കളയുന്നു. നക്ഷത്രങ്ങൾ രൂപപ്പെടണമെങ്കിൽ ഇത്തരം തന്മാത്രാ മേഘങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ AGN വഴി ഉണ്ടാകുന്ന ഈ കാറ്റുകൾ ഗാലക്സിയിലെ പുതിയ നക്ഷത്രങ്ങളുടെ ജനനത്തെ ഫലപ്രദമായി തടയുന്നു. ഈ പ്രതിഭാസത്തെയാണ് ശാസ്ത്രജ്ഞർ AGN ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. വാതകങ്ങൾ എങ്ങനെയാണ് ഈ കാറ്റുകളോട് പ്രതികരിക്കുന്നത് എന്നും എത്രമാത്രം പദാർത്ഥങ്ങൾ ചൂടാക്കപ്പെടണമെന്നും എത്രയെണ്ണം പുറന്തള്ളപ്പെടണമെന്നും മനസ്സിലാക്കാൻ വിവിധ ഘട്ടങ്ങളിലുള്ള വാതകങ്ങളെ ഒരേ സമയം നിരീക്ഷിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നടന്ന ഏറ്റവും പുതിയ പഠനം ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന ജേണലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ക്വാസറുകൾ എന്നറിയപ്പെടുന്ന പൊടിപടലങ്ങളാൽ മറയ്ക്കപ്പെട്ട AGNകളെ പഠിക്കുവാൻ ശാസ്ത്രജ്ഞർ ഗ്രൗണ്ട് ബേസ്ഡ് ടെലസ്കോപ്പുകളെയാണ് ആശ്രയിച്ചത്. ഇത് ഗാലക്സികളുടെ ഉള്ളിലെ വാതകങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്വഭാവം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ അവരെ സഹായിച്ചു. 6 ക്വാസറുകളിൽ നടത്തിയ നിരീക്ഷണത്തിൽ 9 ദശലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാതക കാറ്റുകളെ ഗവേഷകർ കണ്ടെത്തി. ചൂടുള്ളതും എന്നാൽ താരതമ്യേന തണുപ്പുള്ളതുമായ അയണീകൃത വാതകങ്ങളുടെ സഞ്ചാരപഥത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവ രണ്ടും ഒരേ കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ്. എന്നാൽ വാർലം മോളിക്കുലാർ വിൻസർ അഥവാ ഊഷ്മളമായ തന്മാത്രാ കാറ്റുകൾ ഈ ക്വാസറുകളിൽ കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തി. ഇതിന് കാരണം ഇത്തരം കാറ്റുകൾ തിരിച്ചറിയണമെങ്കിൽ ക്വാസറുകളിൽ വളരെ വലിയ അളവിൽ തന്മാത്രാ വാതകങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ്. അവയുടെ അഭാവത്തിലാണ് ഇവ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്. ബ്ലാക്ക് ഹോളുടെ ഭക്ഷണ പ്രക്രിയ നിരന്തരമായി നടക്കുന്ന ഒന്നല്ല, മറിച്ച് പല ഘട്ടങ്ങളിലാണ് ഇവ നടക്കുന്നത് എന്ന് പഠനം വ്യക്തമാക്കുന്നു. കേന്ദ്രത്തിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിലേക്കുള്ള പദാർത്ഥങ്ങളുടെ ഉയർന്ന ഒഴുക്ക് ഇത്തരം കാറ്റുകൾക്ക് കാരണമാകുന്നു. പഠനത്തിന് നേതൃത്വം നൽകിയ പെഡ്രോ ഹെൻറിക് സെസാർ പറയുന്നത് ഊഷ്മളമായ അയണീകൃത വാതകങ്ങളും ചൂടുള്ള അയണീകൃത വാതകങ്ങളും ഒരേ വേഗതയിലും വ്യാപ്തിയിലും ഗാലക്സിയിലുടനീളം വ്യാപിക്കുന്നു എന്നാണ്. ഇത് രണ്ടും ഒരേ കാറ്റിൻ്റെ ഭാഗമാണ് എന്നതിൻ്റെ തെളിവാണ്. എന്നാൽ ഈ രണ്ട് കാറ്റുകളും കൊണ്ടുപോകുന്ന പിണ്ഡത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഊഷ്മളമായ അയണീകൃത കാറ്റ് ചൂടുള്ള അയണീകൃത കാറ്റിനേക്കാൾ ശരാശരി 6 മടങ്ങ് അധികം പിണ്ഡം വഹിക്കുന്നുണ്ട് എന്ന് ഗവേഷകർ കണ്ടെത്തി. ഭാവിയിൽ കൂടുതൽ ക്വാസറുകളെയും പ്രകാശം കുറഞ്ഞ മറ്റ് സജീവ ഗാലക്സികളെയും പഠന വിധേയമാക്കുവാൻ ഗവേഷകർ ഉദ്ദേശിക്കുന്നുണ്ട്. AGNകളിലെ വാതകങ്ങളുടെ പെരുമാറ്റ രീതികളും ഗാലക്സികളിലെ നക്ഷത്ര രൂപീകരണത്തെ ഇവ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ പഠനങ്ങൾ സഹായിക്കും. പ്രപഞ്ചത്തിലെ ഈ ഭീമൻ എഞ്ചിനുകൾ ഗാലക്സികളുടെ ഘടനയെയും ഭാവിയെയും എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നറിയാനുള്ള മനുഷ്യൻ്റെ ആകാംക്ഷ നിറഞ്ഞ അന്വേഷണത്തിൽ ഒരു പ്രധാന ചുവടുവെപ്പാണ് ഈ ഗവേഷണം. വെബ് ഡെസ്ക് തത്വമേ TV.